ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? അപ്പോൾ ഞാൻ ഈ മാറ്റിക്കെട്ടി ഒരുങ്ങി പോകുന്നത് ഒരാളെ കാണാനാണ്. അറിയാനോട് പോസ് ചെയ്യാൻ പറയണോ, അവനോട് അന്ന് കൈയിട്ടിന്ന് തിരിച്ചുങ്ങാണ്ടുള്ള ആറ്റിറ്റ്യൂഡാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. അതുപോലെ നടന്നത്. അപ്പോൾ അത് മാമി ഉണ്ടാക്കി അവിടെ കൊണ്ടു വെച്ചെന്ന് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെടുത്ത് കഴിക്കുകയും നല്ല അടിപൊളി സാധനം. ഞങ്ങൾ 4 മണിയായപ്പോൾ ഇറങ്ങി. ഞാൻ അങ്ങാടിയിലെത്തിയപ്പോൾ കാന്തമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാന്തം മേടിക്കാനായിട്ട് ഇറങ്ങി. ഓന്തനെ പോയി മേടിച്ചിരുന്നു. അങ്ങനെ കാന്തം കിട്ടിയതിന്റെ സന്തോഷമാണ് മൂപ്പരുടെ മുഖത്ത്. അങ്ങാടി ഉസ്താദിന്റെ കടയിൽ നിന്നിട്ട് മേടിച്ചിരിക്കുന്നത്. ഞങ്ങൾ അങ്ങാടിയാ എന്താ ഞാൻ പറയുന്നത്, സോറി, ഞങ്ങൾ നാട്ടിൽ അങ്ങാടി. നമുക്ക് കാന്തം കിട്ടിയപ്പോൾ നല്ല പൊലി വയ്ക്കണം കേട്ടോ. എല്ലാവർക്കും കാണിച്ചു ആയിട്ട് കളിക്കാനും നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഞങ്ങൾ അടുത്തായിട്ട് പോകുന്നത് ബേക്കറി വാങ്ങാനാണ്. പോകുമ്പോൾ പിന്നെ ബേക്കറി മസ്റ്റ് ആണല്ലോ, അങ്ങനെ മാമി പോയി വാങ്ങാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റയാൻ സ്വിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. വണ്ടി കയറിയിട്ട് ആകാൻ ചെയ്തിട്ടുള്ള അപ്പോൾ ഇതിനും അങ്ങോട്ട് ഇറങ്ങി. ആരിലും 1 മണിക്കൂർ ഉറക്കം കിട്ടുന്നതായിരുന്നു. അങ്ങനെ ഫൈനലി ഇതാ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കണം. അതേ ഗൈസ്, ഞാൻ എൻ്റെ കസിനെ കാണാവുന്നതാണ്. ഞങ്ങളെ കണ്ടിട്ടും എൻ്റെ വീട്ടിൽ കണ്ടിട്ടും ഓർക്ക് ആകെ ചമ്മലിക്കണം. അങ്ങനെ ഒരു ഡ്രസ്സും പിന്നെ മാമി ഉണ്ടാക്കി അടിയും ചെമ്മീനും എല്ലാം ഓർക്ക് കൊടുത്ത് എൻ്റെ റൂമിലുള്ള 7 ആൾക്കാരാണ്. പക്ഷേ അവിടെ 15-16 ആൾക്കാരുണ്ടാവും. ഒരു കമ്പനി സ്റ്റഡിക്ക് വേണ്ടി വന്നേട്ടാ എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ റൂമിൽ ഞങ്ങൾ കിച്ചണൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പിന്നെ നല്ല കുട്ടികളായതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒന്നും കയറാനില്ല. ഇനിയിപ്പോൾ ആ ബോയ്സിൻ്റെ ചമ്മലാവാണ്ട് നമ്മൾ കയറിയിട്ട് 1.5 മണിക്കൂറിൻ്റെ ഞങ്ങളോട് പോകുന്നു. ഞാൻ റംസാനോട് ബൈ പറയുന്നു. ഓനക്കൊരു ചമ്മലുണ്ട്, പക്ഷേ എന്നാലും ബൈ പറഞ്ഞു. ഇതാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അടിപൊളി. ഇൻസ്റ്റിറ്റ്യൂഷനെ കണ്ടിട്ട് അവിടെ പഠിക്കാൻ അങ്ങോട്ട് തോന്നുക. ഞാൻ അവിടെ പഠിച്ചുകൂടിയുള്ള ചോദ്യം നിരോധിച്ചിരിക്കും. നമ്മൾ നേരെ ചാടിക്കാനായിട്ട് പോയത്. ആദ്യം കാണിച്ചത് അത് സൽക്കാരപ്പെട്ടി എന്നാണ് അതിൻ്റെ സംഭവം. എന്താണെന്ന് വെച്ചാലേ സമൂസ ഷീറ്റിൻ്റെ ഉള്ളിൽ മുട്ട പുഴുങ്ങിയത് വെച്ചതാണ്. പിന്നെ മസാല ഉണ്ടാവും. ഞങ്ങൾ ഒരു 5-6 കടീസ് ഓഫ് വെറൈറ്റീസ് എടുത്തു. എല്ലാ പൊരിക്കടികളും ഒന്നിനൊന്ന് മെച്ചെയ്യുന്നു. ഞാനൊക്കെ അത് ഷവർമ റോൾ ഇരുന്ന് തിന്നു. 2 ബക്കറ്റിലായിട്ട് മയണൈസും പിന്നെ അതേ മറ്റേ ചമ്മന്തി കൊണ്ട് വെച്ചിരുന്നു. അൺഹെൽത്തി ബാക്കിയുള്ളൊക്കെ ഹെൽത്തി ആണെന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കുന്നു. ഞങ്ങൾ നേരെ പോയി ഐസ്ക്രീം എന്നാണ്. ഒരുപാട് നേരത്തെ കൺഫ്യൂഷൻ വെച്ചാൽ ഞങ്ങൾ മെഴ്സിലീസിൻ്റെ ഐസ്ക്രീം എടുത്തു. വെൽവെറ്റ് ബട്ടർ സ്കോച്ച് വാനില. ഞാൻ അതായിട്ടാണ് മെഴ്സിലീസിൻ്റെ ഐസ്ക്രീം എന്നാ പോകുന്നത്. അപ്പോൾ നല്ല തുറണ്ടായി തോന്നുന്നു. നാളെല്ലാവരും മെഴ്സിലീസ് എടുത്ത് പോകുന്നത് കോലേജ് എത്തുന്ന 20 രൂപേൻ്റെ. അപ്പോൾ അവനെ കുറേ കളയാക്കി. അപ്പോൾ ഇതാണ് എൻ്റെ ഐസ്ക്രീം. ഇതാണ് വെൽവെറ്റിൻ്റെ. യോഗട്ടിൻ്റെ ടേസ്റ്റ് ചെയ്യുന്നത്. യോഗട്ടായപ്പോൾ ഇബുവിന് പറ്റില്ല. അങ്ങനെ പറ്റാതായപ്പോൾ പകുതി മുക്കാലും നിന്നാടുക്കാനാണ്. ഞാനാണെങ്കിൽ എൻ്റെ ഫുൾ ഒക്കെ കൊടുത്ത്. അപ്പോൾ ഞാൻ സംഘർഷണത്തിന് മുതിർന്നില്ല. ഉള്ളത് കൊണ്ട് പോകണം പോലെ. അൽഹംദുലില്ലാ. എൻ്റെ മാറ്റം നല്ല മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾ നേരെ അപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ പോയി. അവിടെ വെറൈറ്റീസ് ഓഫ് മീനുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകൾ കണ്ട് ഒപ്പിയെടുത്തു. ഏതൊക്കെ മീൻ ഉണ്ടായിരുന്നു പേരൊന്നും അറിയില്ല. എന്നാലും ഞാൻ എല്ലാ മീനുകളെയും പകർത്തിയിരിക്കുന്നു. കോഴിക്കറുപ്പ് തന്നെ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇത് മീനാണ് കോഴിക്കറുപ്പ് എന്നൊന്നും അറിയില്ല. പക്ഷേ കോഴിക്കറുപ്പൊക്കെ ഉണ്ടായി. എല്ലാം വലിയ വലിയ മീനുകളായിരുന്നു. വളരെ ചെറുപ്പത്തിൽ കൊടുക്കുന്നതാണ് ഐറ്റങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ഐറ്റങ്ങളൊക്കെ വലുതായിക്കണം. ഞങ്ങൾ ഭാരതപ്പുഴേൻ്റെ അവിടെ പോയിട്ട് സൺസെറ്റ് ഒക്കെ ഷൂട്ട് ചെയ്തു. ഞങ്ങൾ നേരെ പോയി താത്താൻ്റെ വീട്ടിൽ കാണാൻ പോയപ്പോൾ ചക്കപ്പൊരി കണ്ടിരുന്നു. അത് നിന്ന് അവിടെ തൂങ്ങണ സാധനം കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് തൂങ്ങിയിരുന്നു. അപ്പോൾ പേട്ട ബിഗ് സപ്പോർട്ടർ. കുറേ കഴിഞ്ഞപ്പോൾ ആളെ കയ്യടൽ തുടങ്ങി. അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അലറി. ഓൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരി വന്നു. ഞങ്ങൾ പറഞ്ഞാൽ പിടിക്കുകയും ഫുള്ള് തൂങ്ങിയിട്ട് ഇറങ്ങിയാൽ മതി. ആർക്കെങ്കിലും ഉണ്ടാവും അങ്ങനത്തെ ഒരു മനസ്സ്. പിന്നെ അവസാനം ഒന്നെ ചാടിയിട്ടാ. അപ്പോഴാണ് അന്നുൻ്റെ ഓരോ കോപ്രായം കണ്ടത്. ഞങ്ങൾക്ക് പിന്നെ അനിയത്തികളെ കാണാതെ ഒരു നിമിഷം ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തു. ഞങ്ങൾ ക്യാമറ ഓഫ് ആക്കിയോണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ പല കോപ്രായം ഇരുന്ന് കാട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ നടത്തുന്നത് ഇപ്പോൾ താജ റെസ്റ്റോറൻറ്റ് പോയിട്ട് ബ്രോസ്റ്റ് അടിച്ചു. ഈ മഴത്ത് നല്ല ബ്രോസ്റ്റ്. ആഹാ, അന്തസ് പറയാതിരിക്കും. നല്ല അടിപൊളി സാധനം. പ്രമോഷൻ ഒന്നല്ലട്ടാ, അതിന് മാത്രമേ ഞാൻ വളർന്നില്ലടാ. നമ്മളൊക്കെ തിന്നിറങ്ങിയപ്പോൾ തന്നെ 10-15 മനുഷ്യന്മാരിൽ ഇരുന്നിട്ട് പിന്നെ അത് ജീവകളാണെന്ന് ചോദിച്ചു വരണ്ട. എന്നാൽ ശരി ടാ, ബൈ.